ആത്മകഥാ വിവാദത്തിനിടെ ഇ.പി. ജയരാജൻ ഇന്ന് പാലക്കാട്ടെത്തും. പി സരിനു വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കും. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വൈകിട്ട് 5 മണിക്കാണ് പൊതുയോഗം. തെരഞ്ഞെടുപ്പ് ദിവസമുണ്ടായ വിവാദം വോട്ടർമാർക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ കാരണമായി എന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് ഇ.പി.യെ ഇന്നു തന്നെ പ്രചരണത്തിന് എത്തിക്കുന്നത്. അതേസമയം ഇ.പി. ജയരാജനോട് പാർട്ടി വിശദീകരണം തേടിയേക്കുമെന്ന് സൂചനയുണ്ട്. നാളെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരും. ഇ.പി. ജയരാജൻ പങ്കെടുക്കുമോ എന്നതാണ് നിർണായകം. സാനിയ മനോമി ചേരുന്നുണ്ട്. TV പ്രസാദും ഒപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരും. ആദ്യം സാനിയ മനോമിയിലേക്ക്. സാനിയ മനോമി, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ഇ.പി. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ സ്റ്റേഡിയത്തിലെത്തി വോട്ടർമാരോട് സംസാരിക്കുമ്പോൾ പി സരിനെ കുറിച്ച് എന്താണ് പറയുന്നത് എന്നാണ് കൗതുകപൂർവ്വം നമ്മൾ കാത്തിരിക്കുന്നത്. ഈ അവസരവാദികളുടെ കാലഘട്ടത്തിൽ പി സരിന്റെ കാര്യവും പറയേണ്ടതുണ്ട് എന്നാണ് ഇന്നലെ പുറത്തു വന്നിരുന്ന ആത്മകഥയിലെ ഉള്ളടക്കമായി പറയപ്പെടുന്ന ഭാഗത്തുള്ളത്. മറുകണ്ഠം ചാടലാണ് ഈ പറയുന്ന സാനിയോ ഈ നമ്മുടെ സ്ഥാനാർത്ഥി സരിൻ ചെയ്തത് എന്നാണ് സാനിയോ ഇന്നലെ ഇ.പി. ജയരാജൻ പറഞ്ഞത്. അപ്പോൾ മറുകണ്ഠം ചാടി പി സരിൻ എന്നുള്ള ഒരു വാദം ഇ.പി. ജയരാജൻ എങ്ങനെയാണ് ഇന്ന് തിരുത്തി പറയുക എന്നതാണ് എല്ലാവരും കൗതുകത്തോടെ കാത്തിരിക്കുന്നത്. അത് ഇ.പി. ജയരാജൻ പറഞ്ഞതല്ല എന്നൊരു പക്ഷേ ഇന്ന് പറയുമായിരിക്കും. എന്നാലും വോട്ടർമാർക്കിടയിൽ ചെറിയ ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ട്. പാർട്ടി അല്പം പ്രതിരോധത്തിലുമാക്കിയിട്ടുണ്ട്. അല്ലയോ സാനിയോ മനോമി? ഗുഡ് മോർണിംഗ്. യെസ്, ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അങ്ങനെ തന്നെയാണ്. പാർട്ടി പ്രതിരോധത്തിലായതിന്റെ ഭാഗമായാണ് ഇന്നലെ പാലക്കാട് ജില്ലാ കമ്മിറ്റി അടിയന്തരമായി ഇ.പി. ജയരാജൻ പങ്കെടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് ഇന്ന് തന്നെ എത്താൻ ആവശ്യപ്പെടണമെന്ന് സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുകയും അങ്ങനെ ഇന്ന് വൈകിട്ട് 5 മണിക്ക് എത്താനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തത്. അതായത് രാവിലത്തെ വന്ദേ ഭാരതിൽ അദ്ദേഹം ഷൊർണൂർ എത്തുകയും അവിടെ നിന്ന് കാർ മാർഗമായിരിക്കും പാലക്കാടേക്ക് എത്തുക. ശേഷം നേതാക്കളുമായൊക്കെ കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷമായിരിക്കും വൈകിട്ട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള ഒരു സ്റ്റേജിൽ വെച്ച് ഈ സരിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് സംസാരിക്കുക. ഈ ഇ.പി. ജയരാജൻ്റെതെന്ന് പറയപ്പെടുന്ന ആത്മകഥയിൽ അവസരവാദി എന്നൊക്കെ വിളിച്ചതിന് പകരമായി എന്ത് വിളിക്കും ഇ.പി. ജയരാജൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി വരുന്നത്. വലിയ ആകാംക്ഷയിലാണ് ഇവിടുത്തെ പാർട്ടിക്കാർ എല്ലാവരും എന്ന് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാർട്ടി പ്രവർത്തകർ മാത്രമല്ല, മറ്റ് രാഷ്ട്രീയ പാർട്ടികളും വളരെ സാഹൂതത്തോടെയാണ് ഈ ഒരു ചടങ്ങിനെ നോക്കിക്കാണുന്നത്. കാരണം എന്തായിരിക്കും ഇ.പി. സരിനെ കുറിച്ച് പറയാൻ പോകുന്നത് എന്നുള്ളതാണ്. നേരത്തെ ഗോവിന്ദൻ മാസ്റ്ററൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മുൻപിലുണ്ട്. അതൊക്കെ തന്നെ ആയിരിക്കുമോ ഇ.പി. ജയരാജനും ആവർത്തിക്കുക എന്നുള്ളതാണ്. ഏതായാലും സരിൻ്റെ കാര്യത്തിൽ ഇവിടുത്തെ പാർട്ടി വലിയ പ്രതിരോധത്തിലായിരുന്നു. കാരണം പല നേതാക്കളും അതിന് മറുപടി കൊടുക്കേണ്ടി വന്നു. ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ സരിൻ നല്ല സ്ഥാനാർത്ഥിയാണ് എന്നുള്ള തരത്തിലൊക്കെ പറഞ്ഞ് രംഗത്തെത്തേണ്ടി വരുന്നത് വരെ ഉണ്ടായിരുന്നു. കാരണം ഇ.പി. ഒരു പ്രതിരോധത്തിലാക്കുകയാണ് ചെയ്തത് എന്നുള്ള തരത്തിൽ അഭിപ്രായവും ഉണ്ടായിരുന്നു. ഇ.പിയുടേതാണോ അല്ലയോ എന്ന് നമുക്കിപ്പോഴും അറിയില്ല. എങ്കിൽ കൂടിയും ഇ.പി. പ്രതിരോധത്തിലാക്കി എന്നൊരു അഭിപ്രായമുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ അങ്ങനെയൊന്നും സംഭവിച്ചതിലും വലിയ ആശയക്കുഴപ്പവും വലിയ എതിർപ്പും നിരാശയും ഒക്കെ പാർട്ടി അംഗങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള പ്രസംഗമായിരിക്കും ഇ.പി. ജയരാജൻ്റെ ഇന്നത്തേതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇ.പി. ഒരു ക്രൗഡ് പുള്ളർ കൂടിയാണ്. നമുക്കറിയാം, ഒരു വലിയ ആൾക്കൂട്ടത്തെയൊക്കെ വളരെ മനോഹരമായി കൈകാര്യം ചെയ്ത് സംസാരിക്കുന്നയാളാണ് ഇ.പി. അത്തരത്തിൽ സംസാരിക്കാൻ അദ്ദേഹം ഇന്ന് തയ്യാറാകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. പരിപാടി അറേഞ്ച് ചെയ്ത് ഇ.പി. ആ പുസ്തകം എഴുതിയതുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായിട്ട് ബന്ധം നിരാകരിക്കുന്നുണ്ട്. മാത്രമല്ല, സരിനെ കുറിച്ചൊന്നും ഞാൻ എഴുതുമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. എന്നാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെയൊരു വിവാദം ഇ.പി. പ്രതീക്ഷിച്ചിട്ടില്ല എന്നത് വ്യക്തവുമാണ്. മാത്രമല്ല, വക്കീൽ നോട്ടീസും DGPക്ക് പരാതിയൊക്കെ കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ആ കാര്യങ്ങളൊക്കെ ഇന്നിപ്പോൾ അദ്ദേഹം തുറന്നു പറയും. വലതുപക്ഷ മാധ്യമങ്ങൾ തന്നെയും പാർട്ടിയും താറടിക്കുന്നത് എങ്ങനെയാണ് എന്നതാണ് ആ പുസ്തകത്തിൻ്റെ ഒരു ത്രെഡ് വായിച്ച നമ്മൾ മനസ്സിലാവുക. അപ്പോൾ സാനിയോ, നമുക്ക് കാത്തിരിക്കാം. 5 മണിക്കാണ് പ്രസംഗിക്കുക. എനിക്കൊന്ന് MP രാജേഷ് അടക്കമുള്ളവരും പാർട്ടി ജില്ലാ സെക്രട്ടറിയും ഒക്കെ വേദിയിലുണ്ടാവും അല്ലേ? അതെ, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് വേദി ഉണ്ടാവുക. MP രാജേഷ് ഉണ്ടാകും, AK ബാലൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ വേദിയിലും മാധ്യമങ്ങൾക്കെതിരെയുള്ള രൂക്ഷമായ പ്രതികരണമായിരിക്കും ഇ.പി. ജയരാജൻ നടത്തുക എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇത് മാധ്യമ ഗൂഢാലോചനയാണ് എന്ന് തന്നെയായിരിക്കും ഇ.പി. പറയാൻ പോകുന്നത് എന്നുള്ളതിൽ നമുക്ക് ആർക്കും ഒരു സംശയവുമില്ല. ഏതായാലും മുതിർന്ന നേതാക്കളുടെയൊക്കെ സാന്നിധ്യത്തിൽ അത് LDFൻ്റെ ഒരു പരിപാടി കൂടി ആക്കി മാറ്റാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. LDF നേതാക്കൾ എല്ലാവരും തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെയെങ്കിൽ മുൻ കൺവീനറായിരുന്ന ഇ.പി. മാധ്യമങ്ങൾക്കെതിരെ തന്നെയാണ് സംസാരിക്കാനുള്ള സാധ്യത കൂടുതലും. ഈ ഒരു വിവാദം മുഴുവനായും മാധ്യമങ്ങളുടെ മേൽ വച്ചുകെട്ടാനുള്ള ശ്രമമായിരിക്കും. ഞാൻ സരിനെതിരെ അങ്ങനെയൊക്കെ സംസാരിക്കുമോ? മാത്രവുമല്ല, ഇത് വളരെ അടുത്ത് കഴിഞ്ഞ ഒരു കാര്യമാണ്. അതൊക്കെ ആത്മകഥയിൽ എഴുതുമോ എന്നൊക്കെയാണ് ഇ.പി. ചോദിച്ചിട്ടുള്ളത്. ആ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ച് ചോദിക്കുകയും സരിൻ മികച്ച സ്ഥാനാർത്ഥിയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളും ഇതൊക്കെ തന്നെയായിരിക്കും ഇ.പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക.